നാളെ ഞായറാഴ്ചയിലെന്ന് പറഞ്ഞാണ് നമ്മൾ തലേദിവസം കിടക്കുക. പക്ഷേ പിറ്റേന്ന് നേരം വെളുക്കുമ്പോഴേക്കും നമ്മൾ എഴുന്നേക്കും. അങ്ങനെ എന്നെ പോലെ എഴുന്നേൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. എന്തായാലും നമ്മൾ വന്ന കാര്യം പറഞ്ഞിട്ട് പോവാം. റോഡ് പണി നടക്കുന്നുണ്ട്. ഇന്ന് വലിയ കാര്യങ്ങളൊന്നുമില്ല, ഞായറാഴ്ചയല്ലേ. എന്നാ പരിപാടി? അതിൻ്റെ ഇടയ്ക്ക് തന്നെ കുറേ ആൾക്കാർ വയറ് കുറക്കണ്ടിട്ട് ഓട്ടയിൽ ഓടുന്നുണ്ട്, നടക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു പോയി കുറക്കട വയറൊക്കെ എന്ന്. നമുക്കാകെയുള്ള വയറാ ഒരു സമ്പാദ്യം. അങ്ങനെയൊക്കെ ഞാൻ പറയുമെങ്കിലും എനിക്കും ചെറിയ സങ്കടമെല്ലാം ഉണ്ട് ഇതൊന്ന് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. എന്തായാലും ആൾക്കാരെ മുന്നിൽ കൂടിയെല്ലാം പോകുന്ന നേരം ഒന്ന് മസിൽ പിടിച്ച് വയറ് കയറ്റി നടക്കുന്ന സ്വഭാവം എനിക്കുണ്ടേ. അതൊക്കെ കണ്ടപ്പോഴാണ് പിന്നെ ഞാൻ വിചാരിച്ച കുറച്ചൊന്ന് പുള്ളപ്പൊക്കെ എടുത്തേക്കാന്ന്. ഒരുപാട് കാലമായി ഇതൊക്കെ ചെയ്തിട്ട്. അങ്ങനെ എല്ലാം കൂടി നക്കി മുക്കി 4-5 എടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി എടുത്തേക്കാം. വീഡിയോ പതിഞ്ഞില്ല എന്നും വിചാരിച്ച് രണ്ടാമത് പിന്നെ എടുത്തിട്ടുണ്ട് ഒരു 4-3 ആകെ 5 ഞാൻ എടുത്തേക്കേ ഉള്ളൂ. അതിൻ്റെ കിതപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രായം കൂടിയിട്ടാണോ തടി കനത്ത് പോയിട്ടാണോ എന്നറിയില്ല. എല്ലാം കഴിഞ്ഞാലും ഞാൻ ഇന്ന് വെറുതെ റോഡിലേക്ക് ഇറങ്ങി നോക്കിയതാണ്. എല്ലാം കൂടി കുഴിച്ച് മാന്തി ഇട്ടിട്ടുണ്ട്. അവസാനം അവിടെ നിന്ന് നടന്ന് നമ്മളിതാ വയലിൽ കൂടി തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വയൽ വിട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ കനാലിൻ്റെ അടുത്തെത്തി. കനാലിൻ്റെ ആണെങ്കിൽ നല്ലോണം തേച്ച് മിനുക്കി നല്ല കക്കൂസിൻ്റെ കുണ്ട് പോലെയാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. വെറുതെ ഒന്ന് ടൗണിലേക്ക് ഇറങ്ങിയതാണ്. പക്ഷേ ടൗണൊന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ മൊത്തം വയലിൽ കൂടിയുള്ള യാത്രയാനെ കൊണ്ട് തന്നെ വയലിലെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. ആദ്യം നമ്മൾ കടൽക്കാക്ക, കൊക്ക് പോലത്തെ ഐറ്റംസിനെയാണ് വയലിൽ കാണുന്നത്. ഇന്ന് അതുപോലെ തന്നെ ചൂണ്ടക്കാരെയാണ് കാണാൻ പറ്റുന്നത് ഗൈസ്. രാവിലെ തന്നെ ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ നിന്ന് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവസാനം നമ്മൾ നമ്മുടെ അടുത്ത വയലിലെത്തിയിട്ടുണ്ട്. വയലിൽ വെള്ളമില്ലാത്തതിൻ്റെ ഇങ്ങനെ കുറ്റബോധം എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ അവിടെ എവിടെയൊക്കെയായിട്ട് കനാൽ ഓർന്നിട്ടുണ്ട് 2 ദിവസത്തിനുള്ളിൽ വെള്ളം ഇങ്ങെത്തുന്നു. അത് കേട്ടപ്പോൾ വയലിനൊരു സന്തോഷമായി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വെറുതെ റോഡ് കാണാൻ ഇറങ്ങിയ ഞാൻ നേടിയെല്ലാം എത്തിയെന്ന് എനിക്ക് തന്നെ ഇരുന്നിക്കില്ല. അവസാനം ഞാൻ നേരെ വീട് പിടിച്ച് ചായയും കുടിച്ച്. അപ്പോൾ ഇന്നത്തേക്ക് ബൈ ഗായ്സ്.